എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 7ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായത്തിന്റെ 8ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് സൈഡ്സ് 3 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ? നമുക്കറിയാം ഒരു റെക്ടാംഗിള്, ആ റെക്ടാംഗിളിന് 4 സെന്റിമീറ്റർ ലെങ്തും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമാണ്. അപ്പോൾ അതിന് യൂണിറ്റ് സ്ക്വയേഴ്സ് ആയിട്ട് തിരിച്ചുകയാണ്. അതായത് കണ്ടോ, ഒരു എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏരിയ. അപ്പോൾ ഇങ്ങനെ 4 എണ്ണം, ഇങ്ങനെ 3 എണ്ണം വരുമ്പോൾ 4 × 3 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്. അതായത് ഈ റെക്റ്റാങ്കിളിൽ യൂണിറ്റ് സ്ക്വയേഴ്സ് എത്ര എണ്ണമുണ്ട്? 12 എണ്ണമുണ്ട്. അപ്പോൾ 12 സ്ക്വയർ യൂണിറ്റ് ആണ് ഇതിൻ്റെ ഏരിയ. വേറെ ഒരെണ്ണം നോക്കാം. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 1.5 സെന്റിമീറ്റർ? അതായത് 5 സെന്റിമീറ്റർ നീളം, 1.5 സെന്റിമീറ്റർ ആണ് വീതി. അപ്പോൾ അതിൻ്റെ ഒന്ന് നോക്കാം നമുക്ക്. ഇതൊരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് 1 2 3 4 5 സെന്റിമീറ്റർ 5 യൂണിറ്റ് ആണ്. ബ്രെഡ്ത്ത് വന്നേക്കണം 1ഉം അതിന്റെ ഹാഫും 1.5 ആണ്. അപ്പോൾ അതിനെ ഇതുപോലെ തിരിക്കുമ്പോൾ എന്താ യൂണിറ്റ് സ്ക്വയേഴ്സ് ഇതുപോലെ വരും. കണ്ടോ, യൂണിറ്റ് സ്ക്വയേഴ്സ് 5 എണ്ണവും പിന്നെ അര യൂണിറ്റ് സ്ക്വയർ വീതമുള്ളതാണ് ഇത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ അര യൂണിറ്റ് സ്ക്വയർ ആണ് ഇത്. കണ്ടോ, അപ്പോൾ ഈ ഇതിൽ ചെറിയ സ്ക്വയർ, അതായത് 1/2 സെന്റിമീറ്റർ വീതിയും 1 സെന്റിമീറ്റർ നീളമുള്ള റെക്ടാങ്കിൾസ് ആണ് ഇത്. അപ്പോൾ ഈ ചെറിയ റെക്ടാങ്കിൾസിന്റെ ഷേപ്പിൽ ഇതിനെ അങ്ങ് തിരിക്കാൻ പോവാം. അപ്പോൾ അങ്ങനെ തിരിക്കുമ്പോൾ നോക്കിയേ, ഇത് 2 എണ്ണം വീതമാവും. അപ്പോൾ മൊത്തം എത്ര റെക്ടാങ്കിൾ ഒന്ന് നോക്കിയേ, 1 2 3 വീതിയിൽ 3 റെക്ടാങ്കിള്, നീളത്തിൽ 5. അപ്പോൾ 5 × 3 15 റെക്ടാങ്കിൾസ് ആണ് ഇവിടെ മൊത്തം ഉള്ളത്. ഈ 15 റെക്ടാങ്കിൾസിൽ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 സ്ക്വയർ സെന്റിമീറ്റർ അല്ലേ? 1/2, 1 സെന്റിമീറ്റർ സ്ക്വയറിന്റെ ഹാഫ്, 1 സെന്റിമീറ്റർ സ്ക്വയറിന്റെ പകുതി ആക്കിയതാണ്. അപ്പോൾ 15 വരുമ്പോഴോ 15 × വര, 15 × വര എന്ന് പറഞ്ഞാൽ 7/2 കണ്ടോ, 15 × വര 7.5 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 1/2 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. അപ്പോൾ ഫ്രാക്ഷണൽ ഏരിയ കണക്കാക്കുന്നതിന്റെ മീനിങ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നമുക്ക് നേരിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇപ്പോൾ 5 × 1.5, അപ്പോൾ 5 × 3/2, 1.5ന് 3/2 എന്ന് എഴുതാം. അപ്പോൾ 5 × 3 15/2, 15/2 എന്ന് പറഞ്ഞാൽ 7.5 സെന്റിമീറ്റർ സ്ക്വയർ, 7 × 1/2 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഫ്രാക്ഷണൽ ഏരിയ വരുമ്പോൾ അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റെക്ടാങ്കിൾ ഒരെണ്ണം നമുക്ക് നോക്കാം. What is the area of a rectangle of length 5.5 centimeter and breadth 1/3 centimeter? ഇത് 5.5 സെന്റിമീറ്ററും ഇത് 1/3 സെന്റിമീറ്ററുമാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ യൂണിറ്റ് സ്ക്വയർ ആയിട്ട് തിരിക്കാതെ വിചാരിക്കാം. അപ്പോൾ എന്തൊരു നോക്കിയേ, ഫുൾ യൂണിറ്റ് സ്ക്വയേഴ്സ് ഇത് എത്ര എണ്ണം ഉണ്ട്? ഇങ്ങനെ 5 എണ്ണം ഈ രീതിയിലുണ്ട്, ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ബാലൻസ് ഉള്ളതാണ് ഇത് 1/3. ഇത് 1/3 പാർട്ടാണ്, 1/3. അപ്പോൾ 1/3 പിന്നെ ഇതിൽ പോയ 5.5ൽ 5 കഴിഞ്ഞിട്ട് ഹാഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 1/3 1/2. അപ്പോൾ 1/3 × 1/2 എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ റെക്ടാങ്കിളിന്റെ ഏരിയ 1/3 × 1/2, അതായത് 1/6 എന്ന് പറഞ്ഞാണ് ഇത്. കണ്ടോ, ഈ ചെറിയ റെക്ടാങ്കിളിന്റെ ഏരിയ, ആ റെക്ടാങ്കിളിന്റെ ഏരിയ 1/6 ആയിട്ട് വരും. അപ്പോൾ 1/6 ഉള്ള ഏരിയ ഉള്ള റെക്ടാങ്കിൾസ് ആയിട്ട് ഇതിനെ തിരിക്കാൻ പോകുന്നത്. അപ്പോൾ തിരിച്ചു നോക്കാം. കണ്ടോ, ഇങ്ങനെ എത്ര എണ്ണം വന്നു നോക്കിയേ, 11 റെക്ടാങ്കിൾസ് ഇല്ലേ, ഇങ്ങനെ 10 എണ്ണം വന്നു. അപ്പോൾ 11 × 10 110 റെക്ടാങ്കിൾസ് ഉണ്ട് ഇതിൽ. 110 ചെറിയ ചതുരങ്ങൾ. ആ ഒരു ചെറിയ ചതുരത്തിന്റെ പരപ്പളവ് ഏരിയ എന്ന് പറഞ്ഞാൽ 1/6 ആണ്. അപ്പോൾ 110 എണ്ണത്തിന് വരുമ്പോൾ 110 × 1/6, അതായത് 110/6, അതായത് 11 × 10 110 × അതിന്റെ 1/2 × 1/3 എന്നുള്ള ഒരു ചെറിയ ചതുരത്തിന്റെ പരപ്പളവാണ്. അപ്പോൾ 1/2 × 1/3 1/6. അപ്പോൾ 110 ചെറിയ ചതുരങ്ങളുണ്ട്. അപ്പോൾ 110 × 1/6, അതായത് 110/6 എന്ന് പറയും. അതിനെ നമുക്ക് 110/6 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 18ഉം 3/1 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. അത് നമ്മൾ നേരെ ചെയ്താൽ അങ്ങനെ ഏരിയ 3 1/3 × 5 1/2. അപ്പോൾ 3 1/3 എന്ന് പറഞ്ഞാൽ 3 × 3 9 9 + 1 10, അതായത് നമുക്ക് ഇവിടെ കിട്ടിയ 10. അപ്പോൾ 10/3 ഇവിടെ 5 × 2 10 10 + 1 11 11/2. അപ്പോൾ ആ 11 കിട്ടിയത് ഇങ്ങനെയായിരുന്നു. കണ്ടോ,
അപ്പോൾ 10/3 into 11/2. 10 into 11, 110. 3 into 2, 6. അപ്പോൾ 110/6, അതായത് 18 സെന്റിമീറ്റർ സ്ക്വയർ. അത് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ ഇനിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഏരിയയുടെ മീനിങ് പറയാൻ വേണ്ടിയാണ് ഈ റെക്ടാങ്കിൾ ഉപയോഗിച്ചത് കാണിച്ചത്. വേറൊരു ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് റെക്ടാങ്കിൾസ്. താഴെ തന്നിരിക്കുന്ന റെക്ടാങ്കിൾസിന്റെ ഒക്കെ ഏരിയ കാണാനാണ്. ഫ്രാക്ഷണൽ ഏരിയ ആണ്, നമ്മൾ റെക്ടാങ്കിൾ ഇനി വരയ്ക്കുന്നില്ല, പ്രോബ്ലം ചെയ്യുന്നുള്ളൂ. ലെങ്ത് 4.5 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 3 and 1/4 സെന്റിമീറ്റർ. അപ്പൊ ഏരിയ എന്ത് വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 4.5 into 3 1/4. 4.5നെ 4 into 2 8 plus 1 9/2 എന്ന് എഴുതാം. 3 1/4നെ 3 into 4 12 plus 1 13/4 എന്ന് എഴുതാം. അപ്പോൾ 9 into 13/2 into 4. അപ്പോൾ 9 into 13ഉം 2 into 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 117/8 എന്ന് കിട്ടും. 117/8. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 14ഉം 8ൽ 5 എന്ന് കിട്ടും. അതായത് 117 8 കൊണ്ട് ഹരിക്കുമ്പോൾ 14 പ്രാവശ്യം എന്ന് കിട്ടും. കൂടാതെ 5 റിമൈൻഡർ വരും. അപ്പോൾ 5/8. 117/8 കൊണ്ട് 14ഉം 8ൽ 5 സെന്റിമീറ്റർ സ്ക്വയർ. 14 and 5/8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ലെങ്ത് 6 3/4 മീറ്റർ, ബ്രെഡ്ത്ത് 5 1/3 മീറ്റർ. അപ്പോൾ ഏരിയ എന്ത് വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 6 1 3/4 ഇൻറ്റു 5 1/3. അപ്പോൾ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കണം. 6 4 24 3 27 27/4. 3 15 16/3. അപ്പോൾ 27/4 ഇൻറ്റു 16/3. 27/4 ഇൻറ്റു 16/3. നമുക്ക് 27 ഇൻറ്റു 16/4 ഇൻറ്റു 3 എന്ന് എഴുതാം. നമുക്ക് 3 ഇൻറ്റു 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 എന്ന് കിട്ടും. 4 into 4 16 എന്ന് കിട്ടും. അപ്പോൾ 9 into 4 എന്ന് കിട്ടും. 3 9s are 27, 4 4s are 16. 9 into 4, that is 36 meter square എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ റെക്ടാങ്കിൾ വരയ്ക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. വേറെ നോക്കാം. ലെങ്ത് 1/3 മീറ്റർ, ബ്രെഡ്ത്ത് 3/4 മീറ്റർ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ഏരിയ ഈസ് ഈക്വൽ ടു 1/3 into 3/4. 1/3 നമുക്ക് 1 into 3 3 plus 1 4/3 എന്ന് എഴുതാം. അപ്പോൾ 4/3 into 3/4. അവിടെ 4ഉം 4ഉം ക്യാൻസൽ ആവും, 3ഉം 3ഉം ക്യാൻസൽ ആവും. സോ 1 meter square is the area. അതായത് 1/3യുടെ റെസിപ്രോക്കൽ ആണ് 3/4 വരിക. അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ് 1 meter square ആണ്. അപ്പോൾ ഏരിയ 1 meter square എന്ന് കിട്ടും. വേറെ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. What is the area of a square of side 1.5 meter? സ്ക്വയറിന്റെ ഏരിയ ആണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ 1.5 into 1.5 അതിന്റെ ഏരിയ വരിക. 1.5 into 1.5 എന്ന് പറയുമ്പോൾ 3/2 into 3/2. മിക്സഡ് ഫ്രാക്ഷൻ പ്രോപ്പർ ആയിരിക്കും. അപ്പോൾ 3 into 3 9 9/4. 9/4 that is equal to 2 1/4 meter square എന്ന് കിട്ടും. വേറൊരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. What is the area of a square of perimeter 40 meter? പെരിമീറ്റർ 40 മീറ്റർ. സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 സൈഡ്സിന്റെ കൂടി ലെങ്ത് ആണ്. അപ്പോൾ 1 സൈഡ് എത്ര വരും? 14/4. 4 സൈഡും കൂടി ചേരുമ്പോഴാണ് 14. അപ്പോൾ ഒരു സൈഡ് കാണി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 14/4 മീറ്റർ. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 7/2 എന്ന് എഴുതാം. 14നെയും 4നെയും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 7/2 മീറ്റർ ആണ് 1 സൈഡ്. അപ്പോൾ ഏരിയ ആണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് 7/2 ഇൻറ്റു 7/2. അപ്പോൾ 7 into 7 49. 2 into 2 4. അപ്പോൾ 49/4. അതും നമുക്ക് എന്ത് ചെയ്യാം? 12 4s are 48 എന്നറിയാം. റിമൈൻഡർ 1 ഉണ്ട്. അപ്പോൾ 12 1/4 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ഫ്രാക്ഷണൽ ഏരിയ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ റെക്ടാങ്കിൾ ഒക്കെ എടുത്ത് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇനിയുള്ള നമുക്ക് ഇതുപോലെ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കി മാറ്റി സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.